ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നീലുവിന്റെ ഗിഫ്റ്റ് ഓപ്പണിംഗ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. അപ്പം ഇന്നലെ നീലുവിന്റെ ബർത്ത്ഡേ കഴിഞ്ഞിട്ട് നീലുവിന് കിട്ടിയ ഗിഫ്റ്റ്സ് ആണ് ഇതെല്ലാം. പക്ഷെ എനിക്ക് കറക്റ്റ് ആയിട്ട് ആരൊക്കെ എന്തൊക്കെയാ തന്നതെന്നൊന്നും അറിയില്ല. അപ്പോൾ ചില ആൾക്കാരുടെ ചെറിയൊരു ഐഡിയ ഉണ്ട്. പിന്നെ ഫോട്ടോസിലൊക്കെ കുറച്ച് വന്നിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ആദ്യം തന്നെ താങ്ക് യു സോ മച്ച് നീലുവിന്റെ ബർത്ത്ഡേക്ക് വന്നതിനും കുറെ ഗിഫ്റ്റ്സ് ഒക്കെ കൊടുത്തതിനും. നല്ല അടിപൊളി പാക്കിങ്ങിലൊക്കെയാണ് കേട്ടോ. നല്ല ഒരു വെറൈറ്റി പാക്കിംഗ് ആണ്. ഞാൻ പൊളിക്കാൻ പോവാണ്. തോന്നുന്നത് എന്തായിരിക്കും? ഡ്രസ് ചെയ്തോ. ഓക്കെ, ഒരു ഡ്രസ്സാണ്. ഇച്ചിരി വലിയതാണ്. നീലു ആയിവ ഇത് എത്ര വയസ്സിലിടാൻ പറ്റുന്നതെന്ന് അറിയില്ല. എന്നാലും അടിപൊളിയാണ്, അടിപൊളി ഗിഫ്റ്റാണ്. ഡ്രസ് നമുക്കൊരു പാക്കിൽ ഇടാം. വലിയ കവറുണ്ട്. ആ കവർ അങ്ങനെ വലിയ കവർ വലിയതൊന്നുമിടാം, ചെറുതൊന്നുമിടാം. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഉണ്ടായിരുന്നതാ. ഇതും നമ്മുടെ ആര്യയുടെ ഗിഫ്റ്റ് തന്നെയാണ്. നമ്മുടെ ആര്യ, നമ്മുടെ ചങ്ക് ആര്യയുടെ ഗിഫ്റ്റ് ആണ്. എനിക്ക് ഓർമ്മയില്ല സുജേട്ടൻ പറയുന്നത്. പിന്നെ അല്ല വേറെ എന്തെങ്കിലും ആണെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ഓക്കെ, ഇതൊരു ടോയ് ആണേ. ഒരു കാറ്. ഇതിന്റെ ഫേവറേറ്റ് കേട്ടോ കാറ്. ഓക്കെ, ഇതൊരു നല്ല അടിപൊളി ഒരു കാർ. എനിക്ക് തോന്നുന്നു റിമോട്ട് കൺട്രോൾ ആണ്. റിമോട്ടുള്ള ഒരു കാറാണ്. റിമോട്ടുള്ള കാർ ഇപ്പൊ തന്നെ കുറെ ഉണ്ട്. കണ്ണന്റെ കയ്യിൽ കൊടുക്കാം. അപ്പൊ അവൻ കുറച്ച് നേരം അണിഞ്ഞിരിക്കും. പിന്നെ ഇതൊരു പാക്കറ്റ് സ്വീറ്റ്സ് ആണ്. ചോക്ലേറ്റ് സുജിയായിട്ടല്ല എല്ലാവർക്കും കഴിക്കാനാണ്. കണ്ണന് നമ്മൾ ചോക്ലേറ്റ് കുറച്ചേ കൊടുക്കും. അത് വേറെ മാറ്റിക്കോ. ആ ചോക്ലേറ്റ് അത് പുറത്തേക്കുള്ളതല്ല, നമുക്ക് ഓക്കെ. അമ്മക്ക് കണ്ടവാ. ഓക്കെ, നെക്സ്റ്റ് ഒരു ഗിഫ്റ്റ്. ഇത് സെയിം കളറിന്റെ തന്നെയാ? ഷുവർ. ഒരു പാക്കിൽ ഉണ്ടായിരുന്നതാ. ഓക്കെ, വീണ്ടും അവർ എന്താന്ന് അറിയില്ല. സെയിം കാർ തന്നെ വീണ്ടും വെച്ചിട്ടുണ്ട്. സെയിം അല്ല, വേറെ മോഡലാണ്. ഇനി വേറെ ആരുടെയെങ്കിലും ഗിഫ്റ്റ്. എനിക്ക് തോന്നുന്നു ഇത് മറ്റേ സോറി, ഇത് സുജിയന്റെ ടീച്ചർ ഫ്രണ്ട്സിന്റെതാ. മറ്റേ അജിത്ത് അവരൊക്കെ കൊണ്ടുവന്നതാ. കാറ് വീണ്ടും കാറാണ്. ഇത് ഇല്ല, മോളില് ലൈറ്റ് കത്തിട്ട് പോകുന്ന ഒരു കാറാണ് തോന്നുന്നു. ഇതിലും ഒരു ചോക്ലേറ്റ് ആണ്. ഗിഫ്റ്റ് ഗിഫ്റ്റ് അവരെല്ലാരും കൊണ്ടൊക്കെ പാക്കറ്റ്. സോറി, ഇത് ആര്യട്ടല്ല, ഇതാണ് ആര്യന്റേത്. ഇപ്പൊ നമ്മൾ കണ്ട ഡ്രസ്സും ആര്യന്റെ നോക്കും. മറ്റതൊക്കെ എനിക്ക് തോന്നുന്നു സുജിയുടെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരുടെ ഇതാണ്. ഞാൻ പറഞ്ഞല്ലോ, കറക്റ്റ് ആയിട്ടൊരു ഊഹാപോഹങ്ങൾ വെച്ചിട്ട് പറയുന്നതാണ്. മേ ബി ചിലപ്പോൾ ഇത് ഞാൻ പറഞ്ഞ ആൾക്കാരൊന്നും ആയിരിക്കില്ല. അങ്ങനെയാണെങ്കിൽ ക്ഷമിക്കണം. ഞാനൊരു ഐഡിയ വെച്ചിട്ട് പറയുന്നുണ്ട്. അറിയുക, ഇതൊരു സൈക്കിള് പോലുള്ളൊരു മോന് വേണ്ടിയിട്ടുള്ളൊരു ഫോൾഡിങ് ട്രൈ സൈക്കിൾ. അപ്പം നല്ല അടിപൊളി ഗിഫ്റ്റ് ആണ്. ഇത് തുറക്കണോ? ഓക്കെ, അപ്പൊ ഇത് ഇതാ കണ്ടോളൂ. നമുക്ക് അറിയാതിരിക്കാം, കുഞ്ഞുകുട്ടികളെ ഇരുത്തിട്ട് ഇങ്ങനെ ഉരുട്ടി പോകുന്ന സാധനം. അപ്പൊ ഇതിങ്ങനെ പീസ് ആയിട്ടൊക്കെ ഉണ്ടാവില്ല. ഇതൊന്ന് അസംബിളി ചെയ്യാനുണ്ട്. അപ്പൊ ഇതൊട്ടും പ്രിപ്പയർഡ് അല്ലാത്ത വീഡിയോ ആണ് കേട്ടോ. രാവിലെ എണീറ്റ് നമ്മള് വെറുതെ ഒന്ന് അൺബോക്സ് ചെയ്യുമ്പോൾ ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചതാണ്. അപ്പോ എന്തെങ്കിലും എന്താ പറയാ വേർഡ്സോ അങ്ങനെ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ സോറി ഫസ്റ്റ് ഓഫ് ഓൾ. പിന്നെ ഓക്കെ, നെക്സ്റ്റ് ഗിഫ്റ്റ് എനിക്ക് തോന്നുന്നു ഇത് നമ്മുടെ ഡാഡിയുടേതാണെന്ന് തോന്നുന്നു, അറിയില്ല. കണ്ട പോലെ ഡ്രസ്സാണ്. യെസ്, ഓക്കെ, അടിപൊളി ഡ്രസ്സാണ്. 2 പീസ്. താങ്ക് യു. ഇതിപ്പിടാൻ പറ്റൂലേ? വേറെ കവറിലാക്കി വേണമെങ്കിൽ ഇത് തന്നെ വെച്ചു. നീലും എനിക്ക് എത്ര ഗിഫ്റ്റ് എനിക്കറിയില്ല ഇതാരാ തന്നതെന്ന്. ഒരു ഗിഫ്റ്റാണ്, ഓർമ്മയുണ്ടോ? ചിലപ്പോൾ ഫോട്ടോസിലും വീഡിയോസിലൊക്കെ വന്നിട്ടുണ്ടാവില്ല ഇതൊക്കെ ആരുടെയാ ഗിഫ്റ്റിന്. അപ്പോ ഇത് നമ്മൾ സെന്റർ പോയിന്റിൽ കണ്ട ഡ്രസ് നമ്മൾ കണ്ടിട്ട്. ഓക്കെ, അപ്പോ ഇത് നമ്മൾ സെന്റർ പോയിന്റിൽ നമ്മൾ സെയിം ഡ്രസ് കണ്ടായിരുന്നു, പക്ഷെ മേടിച്ചില്ലായിരുന്നു. അപ്പൊ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതാരാ തന്നേന്ന് അറിയില്ല. എന്തായാലും നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ് തന്നെ
ചൂസ് ചെയ്ത് തന്നിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പോൾ അടുത്ത ഗിഫ്റ്റ് ഒരു നല്ല കളർഫുൾ പാക്കിംഗ് ഒക്കെ ആയിട്ടോ, നല്ല അടിപൊളി കാർട്ടൂണിൻ്റെ ഒരു ഗിഫ്റ്റ് പാക്കൊക്കെ ആയിട്ട് അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക് അതിൻ്റെ ഒരു പാക്കിംഗ് ഒക്കെ. ആദ്യം എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു അനീക്കയാണോ ആലിയാണോ എന്ന്, പക്ഷേ ഇത് ആലിയ തന്ന ഗിഫ്റ്റാണ്. അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് മേടിച്ച് കൊടുക്കും എന്ന് ആഗ്രഹിച്ചുകൊണ്ടിരുന്നൊരു ഗിഫ്റ്റായിരുന്നു. കുറച്ചും കൂടി ആവട്ടെ എന്ന് വെച്ച് വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു ഗിഫ്റ്റാണ്. അയ്യോ, ഒരു നല്ല രീതിയിൽ പൊളിച്ചിരുന്നെങ്കിൽ അവർ നല്ല പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? പൊളിച്ചിട്ട് ഇട്ടിരുന്നത് ശരിയായിരുന്നു. നല്ല കളറായിരുന്നു. ഏയ് കണ്ണ, നീരു നിന്നോട് കുളിക്കാൻ പറഞ്ഞില്ല, അമ്മ കുളിച്ചോളാം. ഓക്കെ, ഇത് നല്ലൊരു കളറായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇതുപോലുള്ള കാർട്ടൂൺ കളർ. അയ്യവ, ഓ ട്രെയിൻ, നീരൊരു ട്രെയിൻ കിട്ടി അമ്മ. ട്രെയിൻ. ഓക്കെ, ഇതൊരു അടിപൊളി ട്രെയിനാണ്. നല്ലൊരു, ഞാൻ മോന് മേടിക്കണമെന്ന് വിചാരിച്ചിട്ടുള്ള ഒരു ഗിഫ്റ്റ് ആയിരുന്നു. എന്തായാലും താങ്ക് യു സോ മച്ച്. ഇത് തന്ന ആളാരാണെങ്കിലും താങ്ക്സ് അല്ലോ. നമ്മൾ പ്രതീക്ഷിച്ച മേടിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ച ഒരു സാധനമാണ്. നല്ല അടിപൊളിയായിട്ടുണ്ട് അല്ലേ? ഓക്കെ, താങ്ക് യു. കാരണം ഇത് നോക്കി, ട്രെയിൻ. ഓക്കെ, ഇനിയുള്ളൊരു ഗിഫ്റ്റ് ഈ ഒരു വണ്ടിയാണ്. നമ്മുടെ വില്യ മാമിന്റെ ഗിഫ്റ്റ് ആണ്. അപ്പോ അടിപൊളി ഒരു വണ്ടിയാണ്. അപ്പൊ താങ്ക് യു മാം. പിന്നെ യെസ്, നെക്സ്റ്റ് ഒരു സൈക്കിളാണ് കേട്ടോ. ഇത് നമ്മുടെ സുരേഷ് ഏട്ടന്റെ ഗിഫ്റ്റ് ആണ്. എനിക്ക് തോന്നുന്നു സുരേഷ് ഏട്ടന്റെ കവറിൽ വേറെ എന്തോ ഒരു ഡ്രസ്സ് കൂടി ഉണ്ടായിരുന്നു. ഓക്കെ, ഏതാണെന്ന് ഇപ്പൊ എനിക്ക് തോന്നുന്നുണ്ടാവില്ല, കാരണം ഞാൻ നേരത്തെ അത് സൈക്കിൾ ഞാൻ നേരത്തെ പുറത്തെടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, മേ ബി അതാണോ അത് കൊണ്ടുവന്ന് സൈക്കിൾ കൊണ്ടുവന്ന് അതിലുണ്ടോ? ഇല്ല, ഏതൊന്നും ഉണ്ടായിരുന്നു. ഓക്കെ, അത് രാഹുലിന്റെ ഗിഫ്റ്റ്. അത് രാഹുലിന്റെ ഗിഫ്റ്റ് ആണ്. ഡ്രസ്സാണെന്ന് തോന്നുന്നു. ആ, ഡ്രസ്സാണ്. നല്ല രീതിയിൽ തുറക്കാനുള്ള ഒരു എന്താ പറയാ, സമാധാനം ഇല്ലാത്തതുകൊണ്ട് എല്ലാം വലിച്ചു വാങ്ങിട്ട് തുറക്കാണ്. നീലാണെങ്കിൽ ട്രെയിൻ പിടിച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ രാവിലെ തന്നെ അമ്മ സൈഡിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഓൾറെഡി ഒരു 12 o'clock വരെ നമ്മുടെ പ്രോഗ്രാമിൽ ഇങ്ങനെ നടന്നിരുന്നു. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് എത്തി ആകെ ടയർഡായി പോയി. അപ്പൊ അതാ രാവിലെ ഡ്രസ്സ്, ഒരു വിന്റർ ടൈപ്പ് ഡ്രസ്സാണ്. അയ്യോ, നല്ല ഭംഗിയുണ്ട് കേട്ടോ, നല്ല ക്യൂട്ടായിട്ടുണ്ട്. ഇതിപ്പിടാൻ പറ്റും ഈ ഡ്രസ്സ്. അടിപൊളി. താങ്ക് യു രാഹുൽ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ്. പിന്നെ കുറച്ച് വീട്ടിലിടാൻ പറ്റുന്ന ഡ്രസ്സുകൾ ഒക്കെ ഇപ്പിടാൻ പറ്റുന്നതാണ് ഇവന്. ഓക്കെ, അപ്പൊ താങ്ക് യു. അപ്പോൾ ഇത് നമുക്ക് സതീഷ് ഏട്ടൻ്റെ വക കിട്ടിയൊരു ഗിഫ്റ്റാണ്. റിംഗ് ആണ് നീലു ബേബിക്ക്. അപ്പം ഇനി നമുക്ക് നെക്സ്റ്റ് ഗിഫ്റ്റ് നോക്കാം. നെക്സ്റ്റ് ഗിഫ്റ്റ് വലിയ ഗിഫ്റ്റ് ആണ്. സുജിയോടെ പിടിച്ചോട്ടെ. ഇതാര് തന്നതാന്ന് ഓർമ്മയുണ്ടോ? നമ്മുടെ അജിയേട്ടൻ സുജിയോടൊക്കെ തന്ന ഗിഫ്റ്റ്. അത് കഴിഞ്ഞിട്ട് മുന്നിൽ തന്നോ ഗിഫ്റ്റ്? ആരോ ഓൾറെഡി കുറെ ഗിഫ്റ്റ് തന്നിട്ടുണ്ട്. ഇതേതാ? ഇതാരാ തന്നേന്ന് എനിക്ക് ഓർമ്മയിട്ടില്ല. ഒരു ഐഡിയ ഇല്ല. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അമ്മക്ക് ഓർമ്മയുണ്ടോ അമ്മ? നമുക്ക് എന്തായാലും വീഡിയോയിൽ കാണും ഗിഫ്റ്റ് ആരാ തന്നിട്ടുള്ളത്. എല്ലാവരും കണ്ടോളാം. അപ്പൊ ആര് തന്നതാണെങ്കിലും പൊളിച്ചു വെക്കണേ. നമ്മുടെ ചെക്കന്മാര് തന്ന ഗിഫ്റ്റ് വേറെ പൊളിച്ചു. അതൊരു അടിപൊളി ഗിഫ്റ്റ് ആയിരുന്നു. അത് കൊണ്ടുവരുന്ന സ്റ്റൈലൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു. അപ്പൊ ഇത് കണ്ണിനില്ലാത്ത ടൈപ്പ് ഒരു ടോയ് ആണ്. ഇത് സ്പൈഡർമാന്റെ ഒരു ടോയ് ആണ്. അപ്പൊ ഇത് ബാറ്ററിയിൽ ഫംഗ്ഷൻ ചെയ്യുന്ന സ്പൈഡർമാൻ മൂവ് ചെയ്യുന്നതാണ്. അടിപൊളി. താങ്ക് യു. എനിക്കൊന്ന് ഓക്കെ, നീലൊന്ന് വീണു പക്ഷെ കരഞ്ഞിട്ടില്ല. ഇതാണ് ആ സാധനം. താങ്ക് യു. എന്തായാലും ഓക്കെ, അപ്പൊ അടിപൊളി ഗിഫ്റ്റ്. ഇങ്ങനെ ഓരോ ഗിഫ്റ്റുകൾ തുറക്കുമ്പോഴും നല്ല നീലുവിന് ഭയങ്കര സന്തോഷം. പുതിയ ഗിഫ്റ്റ് കിട്ടുന്നു. ഇതാരാ തന്നെ ഓർമ്മയുണ്ടോ?
ആരായാലും ഓ കാടയൊക്കെ ഒഴിക്കുക. ഇത് നമ്മൾ പപ്പി ഒരു പട്ടിക്കുട്ടിയാണ്, ക്യൂട്ടായിട്ടില്ലേ? പട്ടിക്കുട്ടി ഡാൻസ് ചെയ്യുന്നതാണ്. ബാഗൊക്കെ ഉണ്ട് കേട്ടോ പട്ടിക്കുട്ടിക്ക്. അപ്പൊ ഇതിന് നമുക്ക് പൊളിച്ചു കൊടുക്കാം. ഇതൊരു ക്യൂട്ട്. എനിക്ക് എന്തെങ്കിലും പൊളിക്കാന്ന് വെച്ചാൽ എനിക്ക് പട്ടി ഗിഫ്റ്റൊക്കെ ചിലപ്പോ ഇങ്ങനെയുള്ള ഗിഫ്റ്റൊക്കെ ചിലപ്പോ ഞാൻ കഴിക്കല. അപ്പൊ നീലുതാ നീലു ഈ കവർ കണ്ടിട്ട് ഇത് സതീഷ് ഏട്ടൻ കൊണ്ടുവന്നിട്ടുള്ള ഗിഫ്റ്റ് ആണെന്നാണ് തോന്നുന്നത്. എന്തായാലും നമുക്ക് തുറന്നു നോക്കാം. ഇത് ഡ്രസ്സാണ്, വീണ്ടും ഡ്രസ്സും കിട്ടി കേട്ടോ. കുറെ ടോയ്. ഇതെന്താ ക്ലോത്ത് ആണോ? അല്ല, ബ്ലാങ്കറ്റ്, ബേബി ബ്ലാങ്കറ്റ്. അടിപൊളി. ഒരു വെറൈറ്റി ഗിഫ്റ്റ് ആട്ടോ ബേബി ബ്ലാങ്കറ്റ്. നമ്മളെ എന്താ വെച്ചാൽ നമുക്ക് അത്യാവശ്യമായിട്ടുള്ള ഒരു ഗിഫ്റ്റ് ആണ്. ഇപ്പൊ പ്രത്യേകിച്ച് ഈ ഒരു തണുപ്പ് കാലത്ത്. അപ്പൊ ഇത് തന്ന ആളാരാന്ന് അറിയില്ല. താങ്ക് യു. എന്തായാലും ഇതാരാ തന്നേന്നൊന്നും അറിയില്ല. എന്തായാലും താങ്ക് യു സോ മച്ച്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി ബ്ലാങ്കറ്റ്. ഇതൊരു പുറക്കാൻ അവന് ഇഷ്ടമായി ബ്ലാങ്കറ്റ്. അപ്പൊ നമ്മൾ നേരത്തെ പൊളിച്ചു വെച്ചൊരു ഡ്രസ്സ് ഇവിടെ ഉണ്ട്. ഞാൻ നോക്കട്ടെ. ഓക്കെ, ഇത് കുറച്ച് ഡ്രസ്സുകളാണ്. ഒരു ക്യൂട്ടായിട്ടുള്ളൊരു നല്ലൊരു വിന്റർ ഡ്രസ്സാണ്. അയ്യോ, നല്ല അടിപൊളി കളറാണ്. അപ്പൊ അതിന്റെ പാൻറ്. നമ്മുടെ സിജുവേട്ടൻ 2 ഗിഫ്റ്റാ സെപ്പറേറ്റ് തന്നിട്ടുണ്ട്. ഓരോന്നെ സ്റ്റാർട്ടിങ് കുറെ ഗിഫ്റ്റ് തന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതിന്റെ ഇടയിൽ നീല് വന്നിട്ട് ക്യാമറ ആയിട്ടു. വേറൊന്നുമല്ല, അവന് ബോറടിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞത് പൊളിച്ചിട്ടുണ്ട്. ക്യൂട്ട്. ഇതൊക്കെ ബോബോ. ആ ബോബോന് കൂട്ടിലിട്ട് കണ്ണാ. ബോബോന് കൂട്ടിലിട്ടെ. ആ ബോബോനെ കൂട്ടിലിട്ട് തോന്നുന്നു, അറിയില്ല. എന്നാലും ഒരു വലിയ ഇലക്ട്രിക് ആയവ അടിപൊളി ഒരു കാറാണ് കേട്ടോ. ചെറുതെടുത്ത് കൊടുക്കും. പെട്ടെന്ന് നാശം. ചെറുത് അതാ. പെയിന്റാ എന്തത്? പെയിന്റ് ആണെങ്കിൽ എനിക്ക് ചെയ്യാറുണ്ട്. നീലുവിന് കഴിക്കുന്ന സാധന. ഇതാരാ മേടിച്ചേ? ഇതാരുടെ ഗിഫ്റ്റാ? അടിപൊളി. എന്തായാലും അടിപൊളി. ഇത് നമുക്ക് വേണ്ട ഒരു സാധനമാണ്. ഇതിനകത്തിരുന്ന് കുറച്ച് കഴിയുമ്പോൾ എന്തായാലും ഇവൻ വേണമെന്ന് പറയും. അപ്പൊ നമ്മളിത് എടുത്തു കൊടുക്കും അല്ലേ? മോനെ കളിക്കാനില്ല. എനിക്ക് ഗിഫ്റ്റ് പൊളിക്കാനുള്ളൊരു എന്താ പറയാ ഇല്ല. ഓൾറെഡി വന്നു. അപ്പൊ എനിക്ക് ഗിഫ്റ്റ് ഓപ്പൺ ചെയ്യുന്ന ഒരു ക്ഷമ തീരെ ഇല്ലാത്തൊരു വ്യക്തിയാട്ടോ. നമ്മളത് നല്ല വൃത്തിയിൽ ചെയ്യും. സൂപ്പർ. ടച്ചിങ് ബ്രോ എന്ന കാർ അടിപൊളി. നല്ല അടിപൊളി സെറ്റപ്പ് കാറാണ്. വെറൈറ്റി ആയിട്ടുള്ളൊരു ഇതെന്താ ഇതിനകത്ത് എന്താ ചെറിയ സാധനം? സിജുവേട്ടൻ അല്ല ജിബിയേട്ടൻ്റെതാ. എനിക്ക് തോന്നുന്നു ജിബിയേട്ടൻ്റെ ഗിഫ്റ്റാണ്. വീണ്ടും അപ്പം നമുക്കൊരു ട്രൈ സൈക്കിളും കൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പോ സെയിം താങ്ക് യു ജിബിയേട്ടാ. ജിബിയേട്ടന് വരാൻ പറ്റിയില്ല. നമ്മുടെ മരിയ ചേച്ചിയാണ് വന്നിട്ട് ഗിഫ്റ്റ് ചെയ്തത്. അപ്പം എന്തായാലും താങ്ക് യു സോ മച്ച് ചേട്ടാ. കുഞ്ഞിക്ക് ദോശ കൊടുക്കണമെങ്കിൽ എങ്ങനെയാ? ഞാൻ വീഡിയോയിൽ വരുന്നു. അമ്മയെ കൊടുത്തോ? സാരല്ലേ, അമ്മ എന്താ വീഡിയോയിൽ വന്നാല് അമ്മക്ക് ഭയങ്കര വീഡിയോയില് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്റെ യൂട്യൂബിന്റെ കുറെ വീഡിയോ അമ്മയുണ്ടല്ലോ, കൊടുത്തോ? ഓക്കെ, ഇത്
ഇതും ഒരു അടിപൊളി ഗെയിം ആട്ടാ. മറ്റേ ഞാൻ അന്ന് നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ല ഇങ്ങനത്തെ സാധനം മേടിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു ഇതിന്റെ മോളിൽ വെച്ചാൽ ഇങ്ങനെ പോയി വീഴുന്നത്. അപ്പൊ ഇതിപ്പോ ഒരു ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ പേരെന്തോ ഉണ്ട്, പക്ഷെ ഇതൊരു പെൻഗ്വിൻ ആണ്. സാധാരണ അതൊരു ബോളിലാണ് കോമൺ ആയിട്ട് കാണുന്നത്. എന്തായാലും അടിപൊളി ഗിഫ്റ്റ് ആണ്. താങ്ക് യു, വീണ്ടും വീണ്ടും താങ്ക് യു. നല്ല ഗിഫ്റ്റ് ആണ്. ഇനി ഒരു ഗിഫ്റ്റ് കൂടെ എന്താ നോക്കാം. പക്ഷെ അരിയേട്ടത് ഓർമ്മയില്ല. ഗിഫ്റ്റ് ഏതാണെന്ന് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. മോളാണ് കാണുന്നത്. വീഡിയോയിൽ ഉണ്ടാവും എന്തായാലും. ഇതുപോലത്തെ വീണ്ടും ഒരു ട്രക്ക്. ഒരു ട്രക്കാണ്. ഓക്കെ, താങ്ക് യു. കവറ് നോക്കിയിട്ട് അപ്പോ ഇത് സതീഷേട്ടനാണ് ആ യെല്ലോ തന്നത് തോന്നുന്നു. ആ യെല്ലോ ഡ്രസ് നമ്മളൊരു പോലത്തെ പറഞ്ഞിട്ടില്ലേ, നമ്മള് സെന്റർ പോയിന്റ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു. അമ്മ ഇത് നമ്മള് ഈ ഡ്രസ്സ് നമ്മള് ഒരു സ്ഥലത്ത് കണ്ടതായിരുന്നു. സെന്റർ പോയിന്റ് ഗിഫ്റ്റ് ഓപ്പൺ ചെയ്ത് നമ്മൾ ക്ഷണിച്ചു. ഫസ്റ്റ് വേണോ? ഓക്കെ, നമുക്ക് നമ്മുടെ ഗിഫ്റ്റ് നോക്കാം. എന്താണ് എനിക്ക് തോന്നിയത് ഏത് ഷോപ്പാണ്? അത് കുറച്ച് ഫേമസ് ആണെന്ന്. മറ്റേ ആനിയും നമ്മൾ പോയിട്ടില്ല ഇതുവരെ. ടോയ്സ് പോയല്ലോ, അങ്ങനെ ഇതിനകത്ത് മറ്റേ ബോൾ ഇട്ട് കളിക്കാൻ പറ്റുന്നതാണ് അല്ലേ? കാണുന്നുണ്ട് ടെന്റ് പോലെയുള്ളത്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ബോൾസ് ഉണ്ട്, കളർഫുൾ ബോൾസ്. ഇതിപ്പോ കളിക്കാൻ കൊടുക്കാൻ പറ്റും നമുക്ക്. ഇതിനകത്ത് നമ്മൾ കുറച്ച് ഇനി പൊളിച്ചിട്ട് ഇരുത്തിയിട്ട് കളിപ്പിക്കാം. ഓക്കെ, ഒരു ഇതിലൊക്കെ എഴുതിയിട്ടുണ്ട്, പിറന്നാൾ ആശംസകൾ നേരുന്നു. ധാരാ എന്തായാലും ഞാൻ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതും കട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം സുജിയേട്ടനായിരിക്കും ഇത് പൊളിക്കാൻ പോകുന്നത്. ബിക്കോസ് അപ്പൊ നമ്മൾ ഇവന് ഇതൊരു ഡ്രസ്സ് നമ്മളായിട്ട് മേടിച്ചിട്ടില്ല. കാരണം നമുക്ക് കുറെ ഇങ്ങനെ ഡ്രസ്സും ഇതൊക്കെ ആയിട്ട് ഗിഫ്റ്റ് കിട്ടിയത് തന്നെ കുറെ. ഇപ്പോഴും ഇവന് ഇടാൻ പറ്റാത്ത കുറെ ഡ്രസ്സുകൾ ഉണ്ടൊക്കെ. അപ്പൊ അതുകൊണ്ട് എപ്പോഴും ഇനിയിപ്പം ഈ ഒരു ഫംഗ്ഷൻ കഴിഞ്ഞാൽ കുറെ ഡ്രസ്സും ടോയ്സൊക്കെ. ഇപ്പൊ ഇനി അടുത്ത് നമുക്ക് വേറെ ഒന്നും മേടിക്കേണ്ട കാര്യം ഉണ്ടാവില്ല. അപ്പൊ അതിനൊരു അവസരം കിട്ടുന്നില്ല ആക്ച്വലി. പിന്നെ ഇവന്റെ അച്ഛനൊരു ഗിഫ്റ്റ് നമ്മൾ മേടിച്ചു കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും നമ്മുടെ വീഡിയോയിലൊക്കെ. കാറ് അതിന് കുറച്ച് മുന്നേ നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നതാണ്. ബർത്ത്ഡേ ഗിഫ്റ്റ് ആണ് അത്. അവന്റെ തന്നതാണ്. അതിലുണ്ട് നമ്മുടെ തസ്മീം ബ്രോന്റെ വൈഫിന്റെ ഗിഫ്റ്റ് ആണ്. നല്ല ഗിഫ്റ്റ് ആണ്. നല്ലൊരു എനിക്ക് ഇങ്ങനത്തെ ടോയ്സ് ഭയങ്കര ഇഷ്ടമാണ്. പണ്ടേ അതെ, ഞാൻ ആർക്കും കൊടുക്കാറില്ല. വേണ്ട അമ്മ, എനിക്ക് കാറ് മതി എന്നൊക്കെ. വിന്റർ ക്ലോത്ത്സ് ആണോ? ലൂലുള്ളതാണ്. എന്തായാലും ഇത് നാശാക്കിയിട്ടാണ് ചേട്ടൻ പറഞ്ഞത്. ഞാൻ നാശാക്കി. ഇത് ക്യൂട്ടായിട്ടില്ല. ഇതാ വിന്റർ ക്ലോത്ത് ആണ്. പക്ഷെ കുറച്ചും കൂടി വലുതായിട്ട് ഇടാൻ പറ്റൂ അല്ലേ? ഇടാൻ പറ്റുമോ? ഓക്കെ, ഇപ്പോഴത്തേട്ടോ എനിക്ക് തോന്നുന്നത് ഇത് നമ്മുടെ അജയേട്ടൻ്റെ ഗിഫ്റ്റ് ആണെന്നാണ്. എന്നാലും ഞാൻ കൺഫേംഡ് അല്ല, ഒരു ഗസ്സാണ് കേട്ടോ. അല്ല, അത് ഇതേ സൈസിലാണ് തോന്നുന്നു. വലുതാ. അയ്യോ, വെരി മച്ച് ടയേർഡ്. ഇന്നേതായാലും ഹോളിഡേ ആയത് നന്നായി. നമുക്ക് ഇന്നലത്തെ ഒരു ബർത്ത്ഡേന്റെ ഒരു ഹാങ് ഓവറും മാറും. പിന്നെ എന്താ പറയാ, ഇന്നും ഒന്ന് കഷ്ടപ്പെടാനൊക്കെ ഉള്ളൊരു ടൈമുണ്ട്. ഇതാരാ കവറ് കാണിക്കാത്തോണ്ടാണ് ഇങ്ങനെ പറഞ്ഞ മീര ആന്റി. വിജി ചേട്ടനും മീരയും തന്നൊരു ഗിഫ്റ്റ് ആണ്. നല്ല അടിപൊളി ഒരു ലോറിയാണ്. താങ്ക് യു ഗൈസ്. ഞാൻ മൈക്ക് കൊടുക്കാണ്. എന്റെ മോന്റെ ബർത്ത്ഡേ ഇനി ഉണ്ടായിരുന്നു. എന്തെങ്കിലുമൊക്കെ പറഞ്ഞു ചേട്ടാ, ബോറടിപ്പിക്കല്ലേ നമ്മുടെ. ഒന്നാമത് നമ്മുടെ യൂട്യൂബിലുള്ള ഫ്രണ്ട്സ് ഒക്കെ കളിപ്പിലാണ്. കാരണം നമ്മളിപ്പോ കുറെ വീഡിയോ ഇട്ടിട്ട്. അപ്പൊ എല്ലാവർക്കും നല്ല കളിപ്പുണ്ട് തോന്നുന്നു.
അവരുടെ കളിക്ക് മാറ്റാൻ സുജേട്ടന്റെ കഥ ഒരു പാട്ടുണ്ടാവും. നീലോട് ഇത്രയും ഗിഫ്റ്റ് ഇട്ടിട്ട് നീലോട് നമ്മളൊന്നും പൊളിച്ചു കൊടുക്കുന്നില്ല എന്നുള്ള കമന്റ് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ പൊളിച്ചു കൊടുത്തത് ഒരു കുഞ്ഞു കാറാണ് പൊളിച്ചു കൊടുത്തത്. അതാ നീലു പിന്നെ വിജയാട്ടൻ തന്നത് ലുലു കവറാവും. പിന്നെ മറ്റേ ശിബുവേട്ടന്റെ ഒക്കെ ഉണ്ട്. ഇതിപ്പോ ഇടാൻ പറ്റുന്ന ഡ്രസ്സാണ്. ക്യൂട്ട് ആയിട്ടുള്ളത്. ക്യൂട്ട്. ഇതിന്റെ പാന്റ് ഇപ്പൊ ഇടാൻ പറ്റുന്നത്. വേറൊരു ടീഷർട്ട്. അപ്പോൾ നമ്മുടെ ദീപ്തേച്ചി തന്ന ഗിഫ്റ്റ് ആണോ എന്നൊരു ഡൗട്ട് ഉണ്ട്. അതാണോ? ഓക്കെ, നമ്മുടെ ജോസേട്ടന്റെ ഗിഫ്റ്റ് ആണ്. ഇതൊരു വലിയ ഡ്രസ്സാണേ. കുറച്ചും കൂടി വലിയതായിട്ട് അവൻ ഇടാൻ പറ്റും. ഒരു ടീഷർട്ട്. താങ്ക് യു. സജിയേട്ടൻ്റെ ഗിഫ്റ്റ് ആണോ എന്നൊരു ഡൗട്ട് ഉണ്ട്. കൺഫേം എന്നല്ല, ആളുടെ എന്തോ ഒരു ഡ്രസ്സാണെന്ന് തോന്നുന്നു കൊണ്ടുവന്നത്. ഇതന്നെയാണോ എന്നും അറിയില്ല. താങ്ക് യു ഗൈസ്. വലുതല്ലേ ഒന്നു? ഇതാ അല്ല ഇതും ലൈറ്റിൽ ഓടുന്ന ഒരു കാറ് നമ്മൾ കണ്ടിട്ടുണ്ട്. താങ്ക് യു. ഈ പൊളിക്കുന്നത് നമ്മുടെ ശ്രീയേട്ടൻ്റെ ഗിഫ്റ്റാണ്. പുള്ളിക്കാരൻ്റെ ഒരു ടോയ് എന്തോ ഉണ്ട്, പിന്നെ അതുപോലെ ഒരു ഡ്രസ്സും. നമ്മുടെ പൂച്ചയില്ലേ, പൂച്ചേണ്ടത് ഗിഫ്റ്റാ. സത്യം പറഞ്ഞ രാവിലെ തന്നെ ആയതുകൊണ്ടാണെന്ന് അറിയില്ല, ഞാൻ നല്ല ടയർഡായി. താങ്ക് യു. എന്തായാലും നല്ലൊരു ക്യൂട്ടായിട്ടുള്ള ഡ്രസ്സാണ്. നീനുവിന്റെ പിറന്നാള് സംബന്ധിച്ച് ലുലുക്കാർക്ക് നല്ല ലുലുവിലുള്ള ആൾക്കാർക്ക് നല്ല കച്ചവടമായിരുന്നു തോന്നുന്നു. ഇതിലെല്ലാം കൂടുതൽ കാറുകളും ലുലുവിൻ്റെതാണ്. ഈ ഡ്രസ്സ് നമുക്ക് സുനീഷ് തന്നിട്ടുള്ളതാണെന്ന് തോന്നുന്നു. ഡൗട്ടാണ് കേട്ടോ, കൺഫേംഡ് അല്ല, എന്നാലും ഡൗട്ടാണ്. സുനീഷിൻ്റെ ഒരു ഗിഫ്റ്റാണ് ഇതെന്ന് തോന്നുന്നു. എന്തായാലും താങ്ക് യു. ഇതും ഡ്രസ്സാണ് കേട്ടോ. വീണ്ടും ഡ്രസ്സ് കുറച്ച് വലുതാകുമ്പോൾ ഇടാൻ പറ്റുന്നതാണ്. ഇതൊക്കെ വലുതാകുമ്പോൾ ഇടാൻ പറ്റുന്ന ഡ്രസ്സിലേക്ക് മാറ്റി വെച്ചോ. വലിയ ഗിഫ്റ്റുണ്ട്. കൂടുതലും അജ്മീറും ആശുപത്രിയൊക്കെ ഉണ്ടായിരുന്നു. ഏതാണെന്ന് അറിയില്ല. അതുപോലെ വിജീഷേട്ടൻ ഇന്ന് നല്ല അടിപൊളിയായിട്ട് ചെയ്തു. പിന്നുള്ളത് ഗിഫ്റ്റ് റാപ്പിംഗ് അടിപൊളിയായിട്ട്. ഈ ഗിഫ്റ്റ് തുറക്കുന്ന പരിപാടി ഭയങ്കര ബുദ്ധിമുട്ടുള്ളതാണെന്ന് ഇപ്പഴാ തോന്നുന്നു. മുന്നേ ഒക്കെ ഗിഫ്റ്റ് തുറക്കുമ്പോ എല്ലാവരും ഉണ്ടായിരുന്നു അല്ലേ? അമ്മയൊക്കെ ഉണ്ടായിരുന്നു നാട്ടിൽ നിന്ന് പറഞ്ഞു. പിന്നെ എന്റെ വീട്ടിൽ നമ്മൾ വല്യമ്മയും അനിയനും ഉണ്ടായിരുന്നു. എന്റെ വീട്ടിലത്തെ ഫംഗ്ഷന് ഇവരുടെ വീട്ടിൽ നിന്ന് സുജയുടെ അമ്മ ഉണ്ടായിരുന്നു പോയിക്കാൻ. നമുക്ക് വലിയ ടയേർഡും ക്ഷീണവും ഉണ്ടായിരുന്നു. എന്റെ അമ്മയുണ്ട് ഇവിടെ, പക്ഷെ അമ്മക്ക് ഭയങ്കര മടിയാണ്. വീട്ടിലെല്ലാം ഇതും കാറ് ഗൈസ്. കൊറേ കാറ് ഇട്ടിട്ടുണ്ട്. കാറാ ദേവിക, സൂരജൻ ദേവിക. ഇതവര് സൂരജേട്ടനും ദേവിക തന്ന ഗിഫ്റ്റ്. ഓക്കെ, നമ്മുടെ സൂര്യനും പുള്ളിയുടെ വൈഫിൻ്റെയും ഗിഫ്റ്റാണ്. ഡ്രസ്സാണ് നല്ലൊരു. ഇത് നമ്മൾ കണ്ടുവെച്ച എടുക്കാം എന്ന് പറഞ്ഞിട്ടുള്ള ഡ്രസ്സായിരുന്നു.
താങ്ക് യു. ഞാൻ ഇവിടെ കണ്ടപ്പോ അവരവിടെ കണ്ടു. എന്തായാലും താങ്ക്സ്. നമ്മൾ വിചാരിച്ച ഒരു ഡ്രസ്സായിരുന്നു. ഓൾറെഡി എടുക്കാൻ നിന്നൊരു ഡ്രസ്സായിരുന്നു. പക്ഷെ എനിക്ക് കറക്റ്റ് കുറച്ച് തന്നെ ഗിഫ്റ്റ്. ഓക്കെ, നമ്മുടെ സൂര്യനും പുള്ളിയുടെ വൈഫിൻ്റെയും ഗിഫ്റ്റാണ്. ഡ്രസ്സാണ് നല്ലൊരു. ഇത് നമ്മൾ കണ്ടു വെച്ച എടുക്കാം എന്ന് പറഞ്ഞിട്ടുള്ള ഡ്രസ്സായിരുന്നു. താങ്ക് യു. ഞാൻ ഇവിടെ കണ്ടപ്പോ അവരവിടെ കണ്ടു. എന്തായാലും താങ്ക്സ്. നമ്മൾ വിചാരിച്ച ഒരു ഡ്രസ്സായിരുന്നു. ഓൾറെഡി എടുക്കാൻ നിന്നൊരു ഡ്രസ്സായിരുന്നു. പക്ഷെ എനിക്ക് കറക്റ്റ് കുറച്ച് ഈ ഡ്രസ് വീണ്ടും ഓക്കെ സെയിം ഡ്രസ് നമുക്ക് വീണ്ടും കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഈ ലുലുലൊക്കെ പോകുമ്പോ സെയിം മോഡൽ കാണുമ്പോ ചിലവർക്ക് ചില സെയിം ഇഷ്ടപ്പെടും. എനിക്ക് ഇത് ഇത് ചെറുതിടാൻ കഴിയല്ല. ഒന്നിപ്പെടാൻ ഒന്നും വലുതായിട്ടില്ല. താങ്ക് യു സോ മച്ച്. ചെറുതിൽ കേട്ടോ. സൂര്യേട്ടൻ ടയർഡാണ്. വെറുതെ സാധനങ്ങൾ എടുത്തു തന്ന സൂര്യേട്ടൻ ടയർഡാണ്. ഇന്നലെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ. ഇപ്പോഴും അയ്യോ ചെയ്തുകൊണ്ടിരിക്കുന്നു. വയ്യ. ടയേർഡ്. ഇന്നലെ നല്ല പാട്ടൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ സുനിലേട്ടൻ്റെ. ഫൺ ഗെയിംസ് സോങ്സ്. എന്തായാലും നീലുവിൻ്റെ ബർത്ത്ഡേ ഭയങ്കര മെമ്മറബിളായ ഒരു പ്രോഗ്രാമായിരുന്നു. അത് സെറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്ത നീലുവിൻ്റെ അച്ഛൻ സുജിത് കുമാരനും അമ്മ രത്ന സുജിത്തിനും അമ്മമ്മ ബാലമണിക്കും റായ നന്ദി. കാരണം നമ്മളില്ലെങ്കിൽ ഈ പരിപാടി നടക്കില്ലല്ലോ. നമ്മളോട് നന്ദി പറയണ്ട. വീണ്ടും വന്നോ? താങ്ക് യു. സൈസ അതിന്റെ വേറൊരു മോഡല് വലുത് കേട്ടോ. വലുതാ. ഇതും അയ്യോ ഇതും നമ്മൾ നോക്കി വെച്ചൊരു ഡ്രസ്സായിരുന്നു. പിറന്നാളിന് അമ്മ കാണിച്ചില്ലേ. ഇതൊക്കെ നമ്മൾ അവിടെ കണ്ട ഡ്രസ്സുകളാണ്. നമ്മൾ കുറെ ഡ്രസ്സുകൾ ഇതെടുക്കാം ഇങ്ങനെ നോക്കിയിട്ട് വേണ്ട വെച്ചിട്ടുള്ള കുറെ ഡ്രസ്സുകൾ. കാരണം വലുപ്പത്തിന്റെ ഇഷ്ടമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെയാണ് കൂടുതൽ കിട്ടിയിട്ടുള്ളത്. യെസ് സെന്റർ പോയിന്റ് വീണ്ടും ആരുടെയാണെന്ന് അറിയില്ല. നീൽ കൃഷ്ണ ചന്ദ്രിക ആന്റി. ഓക്കെ ഓക്കെ ഓക്കെ. ചന്ദ്രിക ആന്റിന്റെ അവർ തന്നെ നമ്മൾ കണ്ടിട്ടുള്ള ഡ്രസ് ആയിരിക്കണം. യെസ് ഓക്കെ. ഇതൊരു ജംസ് ഇട്ടാണ്. നല്ല ഭംഗിയുള്ള ക്യൂട്ടായിട്ടുള്ള. താങ്ക് യു ആന്റി. വി മിസ് യു ഹിയർ. എന്തായാലും ഇനി നമുക്ക് അടുത്ത ബർത്ത്ഡേക്കെങ്കിലും ആന്റി ഇവിടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. സുജു ഇടയിൽ എന്തെങ്കിലും പെട്ടിട്ടുണ്ടോ നോക്കണേ. കുറെ ഗിഫ്റ്റ് വലുത് കേട്ടോ. എന്താ അതിൻ്റെ ഇടയിൽ വന്നൊരു ഗിഫ്റ്റാണ്. അത് പൊളിക്കല്ലേ. ഒരു മിനിറ്റ്. ഇതൊന്ന് പൊളിക്കാതെ. നോട്ട് ദാറ്റ് ദിസ്. എന്തേ അവരെ വിശ്വസിക്കാൻ പറ്റില്ല. കുഞ്ഞിനൊക്കെ മാറ്റിക്കൊന്നല്ലോ. എന്ത് സാധനമാണെന്ന് അറിയില്ല. പിള്ളേര് വല്ല പണി തരാൻ വല്ല തവളേനെ വിളിച്ചിട്ട് ഒന്നും പറയാൻ പറ്റില്ല. സുജിയേട്ടന്റെ ഫ്രണ്ട്സ് ആയതുകൊണ്ട് തന്നെ. No. Belum. ഓ ഇത് പൊളിക്കലാണ് ഏറ്റവും വലിയ പാട്. ഇനി എങ്ങനെ വിടുക? ആ ബലൂണാണ് കൊടുത്തു. അത് കൊടുത്തേ. ഓ മറ്റേ ഹൈഡ്രജൻ ബലൂണാണല്ലേ. ഇവ എവിടുന്നാ മേടിച്ചത്? നല്ലൊരു പാക്കിംഗ് ഒക്കെ ഒരു വെറൈറ്റി ഉണ്ട് അല്ലേ.
ഇത് നല്ല രസമായിരുന്നു ഗിഫ്റ്റ് കൊണ്ടുവരുന്നത്, കാണാൻ നല്ല രസമായിരുന്നു. ഒരാളൊരു റോബോട്ടിനെ പോലെ പിടിച്ചിട്ട്, എന്താ അവരുടെ പേര്? ഭാഷിതോ എന്തോ അതായി എഴുതിയിട്ടുണ്ട്. വീണ്ടും അമ്മ നമുക്ക് ഷെജിൻ ചേച്ചിന്റെ വക റെഡ് ടാഗിന്റെ ഒരു വൗച്ചറാണ് സംഭവം. അപ്പൊ ഒരു വൗച്ചർ കാർഡ്. ഇത് നീലുവിന് അവൻ്റെ മാമൻ കൊടുത്തു വിട്ട 2 ഗിഫ്റ്റാണ്, പിന്നെ ഡ്രസ്സും. അപ്പോൾ അവന് ഭയങ്കര ഇഷ്ടമായ ഒരു ഗിഫ്റ്റാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ബർത്ത്ഡേ ഗിഫ്റ്റിൽ ഉണ്ടായിരുന്ന വേറൊരു ഐറ്റാണ് ഈ നീൽ ഫ്ലവേഴ്സ്. അപ്പൊ അതിന്റെ ഒരു ചെടിയാണ് കേട്ടോ. അപ്പൊ ഇത് നമുക്ക് ഗിഫ്റ്റ് ചെയ്തത് ഗഗനും പിന്നെ പുള്ളിയുടെ ഒരു ഫ്രണ്ടും കൂടെ ഒരുമിച്ച് വന്നിട്ട് തന്നതാണ്. ഒരു വെറൈറ്റി ഗിഫ്റ്റ് ആയിട്ടുണ്ട്. നല്ല അടിപൊളി സ്മെല്ലുള്ള ഒരു വെറൈറ്റി ചെടിയാണ്. അപ്പൊ ഇതിൽ എഴുതിയിട്ടുണ്ട് വാട്ടറിങ് 2 വീക്കില് ഒരു പ്രാവശ്യം ചെയ്യണമെന്ന്, നീൽ ഫ്ലവർ. അപ്പൊ വളരെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഗിഫ്റ്റ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു ഗിഫ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ മാക്സിമം നല്ല രീതിയിൽ കെയർ ചെയ്തിട്ട് തന്നെ ഈ സാധനത്തിന്റെ കൊണ്ടുപോട്ടോ. നീല വലിയതാവുന്നത് വരെ ഇത് നമ്മുടെ കൂടെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ ഇത് നമുക്ക് സതീഷ് ഏട്ടൻ്റെ വക കിട്ടിയ ഒരു ഗിഫ്റ്റാണ്. റിംഗ് ആണ് നീല ബേബിക്ക്. സുജേട്ടൻ ടയർഡാണ്, വെറുതെ സാധനങ്ങൾ എടുത്തു തന്ന സുജേട്ടൻ ടയർഡാണ്. ഇന്നലെ സംസാരിച്ചുകൊണ്ടിരുന്നു ഞാൻ, ഇപ്പോഴും അതിന്റെ വേറൊരു മോഡല് വലുതിൽ കേട്ടോ, വലുതാ. ഇതും അയ്യോ ഇതും നമ്മൾ നോക്കി വെച്ചൊരു ഡ്രസ്സായിരുന്നു പിറന്നാളിന്. അമ്മ കാണിച്ചതില്ലേ, ഇതൊക്കെ നമ്മൾ അവിടെ കണ്ട ഡ്രസ്സുകളാണ്. നമ്മൾ കുറെ ഡ്രസ്സുകൾ ഇതെടുക്കാം ഇങ്ങനെ നോക്കിയിട്ട് വേണ്ട വെച്ചിട്ടുള്ള കുറെ ഡ്രസ്സുകൾ, കാരണം വലുപ്പത്തിന്റെ ഇഷ്ടമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെയാണ് കൂടുതൽ കിട്ടിയിട്ടുള്ളത്. യെസ് സെന്റർ പോയിന്റ് വീണ്ടും ആരുടെയാണെന്ന് അറിയില്ല. നീൽ കൃഷ്ണ ചന്ദ്രിക ആന്റി. ഓക്കെ ചന്ദ്രിക ആന്റിന്റെ അവർ തന്നെ നമ്മൾ കണ്ടിട്ടുള്ള ഡ്രസ്സായിരിക്കണം. യെസ് ഓക്കെ. ഇതൊരു ജംസ് ഇട്ടാണ്, നല്ല ഭംഗിയുള്ള ക്യൂട്ടായിട്ടുള്ള. താങ്ക് യു ആന്റി, വി മിസ് യു ഹിയർ. എന്തായാലും ഇനി നമുക്ക് അടുത്ത ബർത്ത്ഡേക്കെങ്കിലും ആന്റി ഇവിടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. സുജു ഇടയിൽ എന്തെങ്കിലും പെട്ടിട്ടുണ്ടോ നോക്കണേ. കുറെ ഗിഫ്റ്റ് വലുതിൽ കേട്ടോ. അതിൻ്റെ ഇടയിൽ വന്നൊരു ഗിഫ്റ്റാണ്. അത് പൊളിക്കല്ലേ, ഒരു മിനിറ്റ് ഇതൊന്ന് പൊളിക്കാതെ. നോട്ട് ദാറ്റ് ദിസ്. എന്തേ അവരെ വിശ്വസിക്കാൻ പറ്റില്ല. കുഞ്ഞിനൊക്കെ മാറ്റിക്കൊന്നല്ലോ, എന്ത് സാധനം അറിയില്ല. പിള്ളേര് വല്ല പണി തരാൻ വല്ല തവളേനെ വിളിച്ചിട്ട് ഒന്നും പറയാൻ പറ്റില്ല. സുജിയേട്ടന്റെ ഫ്രണ്ട്സ് ആയതുകൊണ്ട് തന്നെ. No. Balloon. ഓ ഇത് പൊളിക്കലാണ് ഏറ്റവും വലിയ പാട്. ഇനി എങ്ങനെ വിടുക? ആ ബലൂണാണ് കൊടുത്ത. അത് കൊടുത്തേ. ഓ മറ്റേ ഹൈഡ്രജൻ ബലൂണാണല്ലോ. ഇത് എവിടുന്നാ മേടിച്ചേ? നല്ലൊരു പാക്കിംഗ് ഒക്കെ ഒരു വെറൈറ്റി ഉണ്ട് അല്ലേ? ഇത് നല്ല രസമായിരുന്നു ഗിഫ്റ്റ് കൊണ്ടുവരുന്നത്, കാണാൻ നല്ല രസമായിരുന്നു. ഒരാളൊരു റോബോട്ടിനെ പോലെ പിടിച്ചിട്ട്, എന്താ അവരുടെ പേര്? ഭാഷിതോ എന്തോ അതായി എഴുതിയിട്ടുണ്ട്. വീണ്ടും അമ്മ ആയിരിക്കണം. യെസ് ഓക്കെ. ഇതൊരു ജംസ് ഇട്ടാണ്, നല്ല ഭംഗിയുള്ള ക്യൂട്ടായിട്ടുള്ള. താങ്ക് യു ആന്റി, വി മിസ് യു ഹിയർ.
എന്തായാലും ഇനി നമുക്ക് അടുത്ത ബർത്ത്ഡേക്കെങ്കിലും ആന്റി ഇവിടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. സിജു എന്തേ അവരെ വിശ്വസിക്കാൻ പറ്റില്ല. കുഞ്ഞിനൊക്കെ മാറ്റിക്കൊന്നല്ലോ എന്ത് സാധനമാണെന്ന് അറിയില്ല. പിള്ളേര് വല്ല പണി തരാൻ വല്ല തവളേനെ വിളിച്ചിട്ട് ഒന്നും പറയാൻ പറ്റില്ല. സുജിയേട്ടന്റെ ഫ്രണ്ട്സ് ആയതുകൊണ്ട് തന്നെ ഇത് നല്ല രസമായിരുന്നു. ഗിഫ്റ്റ് കൊണ്ടുവരുന്നത് കാണാൻ നല്ല രസമായിരുന്നു. ഒരാളൊരു റോബോട്ടിനെ പോലെ പിടിച്ചിട്ട് എന്താ അവരുടെ പേര് ഭാഷിതോ എന്തോ അതായി എഴുതിയിട്ടുണ്ട്. വീണ്ടും അമ്മ ഇത് നമ്മളവിടെ കണ്ടിട്ടുണ്ടായിരുന്ന ഡ്രസ്സല്ലേ? ഓക്കെ ഇത് വലുത് കേട്ടോ, ഇത് ചെറുത് കേട്ടോ. നീലോ നിനക്ക് പരുവ നീ കൈപ്പെട്ടി കൊടുക്കുന്നത് ഇങ്ങോട്ട് കൊണ്ടത് ഇതാര് സൂപ്പർമാനാ? കയ്യില് മരുണൊക്കെ കെട്ടിട്ട് ഇതെവിടെ പോകുന്നത്? ഇതെവിടെ പോകുന്നത്? എവിടെ പോകുന്നത്? ഇത് ഇന്ന് കൈക്ക് ഇതെന്ന് കണ്ടതാ? അങ്ങോട്ടൊന്ന് ചെക്കന്മാരുടെ അയ്യോ നമ്മൾ തൊപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ കേക്ക് കൊടുക്കുമ്പോ. ഞാൻ നോക്കിയത് ഇത് കൊണ്ടുവച്ചേ ഇപ്പൊ ഇത് ഇന്നലെ നമ്മൾ തൊപ്പി ഇന്നലെ ഇടാൻ വേണ്ടി മേടിച്ചത്. അത് ഇട്ട് കൊടുത്തില്ല കൈ. എന്റെ ബർത്ത്ഡേ വരുന്നുണ്ട് അപ്പൊ ഇടാം. ഇനി ഇത് കൈമൊന്നും അതിനാണ് കൊഞ്ഞെടുത്തു. ഇതൊക്കെ ജീപ്പോ എന്റെ വീഡിയോ ഇല്ലടാ. അറിയിക്കണം. കുഞ്ഞുടുപ്പും ടയറൊക്കെ ഫിറ്റ് ചെയ്യണം. ഓ അമ്മ അങ്ങോട്ട് എടുക്കാനോ? ഇത് അമ്മ വരില്ലേ വീഡിയോയില്? അമ്മ ഇങ്ങനെ നാണിച്ച് വിളിച്ചിട്ടൊന്നും വേണ്ട. ഒരു വേഷം പോലെ നീ വീഡിയോയിലിട്ട് അങ്ങോട്ട് എടുക്ക്. ആര് സെറ്റ് ചെയ്യും? കൈ കിട്ടീന. അപ്പൊ നല്ലൊരു വണ്ടി ജീപ്പ് മണ്ണിലേക്ക് കൂടെ ഓടിക്കുന്ന ഓക്കെ. താങ്ക് യു സോ മച്ച്. വലിയതല്ല വണ്ടിയിലെ ചിത്രം ഒന്ന് ഞാൻ യൂട്യൂബിൽ കാണിക്കട്ടെ. ഇതാണ് സംഭവം. യെസ്, നമ്മള് ഒരു ജീപ്പാണ്. ചിൽഡ്രൻസ് ഫോർ വീലർ ഇൻസ്റ്റാൾ ചെയ്യണം. സീറ്റ് മൊത്തം ഫിറ്റ് ചെയ്തിട്ട് ഇപ്പൊ ഇത് ഇന്നലെ നമ്മൾ തൊപ്പി ഇന്നലെ ഇടാൻ വേണ്ടി മേടിച്ചത്. അത് ഇട്ട് കൊടുത്തില്ല കൈ. എന്റെ ബർത്ത്ഡേ വരുന്നുണ്ട് അപ്പൊ ഇടാം. എന്റെ വീഡിയോ ഇല്ലടാ. അറിയിക്കണം. കുഞ്ഞുടുപ്പും ടയറൊക്കെ ഫിറ്റ് ചെയ്യണം. ചിൽഡ്രൻസ് ഫോർ വീലർ
ഇൻസ്റ്റാൾ ചെയ്യണം. സീറ്റും ഒക്കെ ഫിറ്റ് ചെയ്തിട്ട് നീലുവിന് കുറെ നല്ല ഗിഫ്റ്റ്സ് സമ്മാനിച്ചതിനും താങ്ക് യു. അപ്പൊ മോന്റെ ബർത്ത്ഡേക്ക് എത്തി എല്ലാവർക്കും നന്ദി. അപ്പം ഈ ഒരു അൺബോക്സിംഗ് വീഡിയോ ഒട്ടും പ്രീ പ്ലാൻഡ് അല്ലായിരുന്ന ഈ ഒരു അൺബോക്സിംഗ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. സോറി. ഇനിയും നമുക്ക് ബർത്ത്ഡേ ആഘോഷിക്കാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ഗൈസ്. ബൈ ബൈ. അപ്പോൾ ഒരുപാട് പേര് വന്ന എല്ലാവരുടെയും ഗിഫ്റ്റുകൾ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ചിലതൊന്നും എനിക്ക് ആരാ തന്നതെന്ന് കറക്റ്റായിട്ട് ഓർമ്മയില്ല, അതുകൊണ്ടാണ് പ്രത്യേകം പേര് മെൻഷൻ ചെയ്യാതിരുന്നത്.